إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فمن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ആധുനിക മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ കാണുന്നത് നമ്മളുടെയൊക്കെ ഇടയിൽ പ്രചരിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം, നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഐഹിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്കും അതിലെ ഇടപാടുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും ഈ മരണത്തിന് ഇപ്പുറമുള്ള, മരണത്തിന് മുമ്പുള്ള ജീവിത ഇടപാടുകളും മാത്രമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലാഭനഷ്ടങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് ചെയ്തു പോകുന്നൊരു സ്വഭാവം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മളുടെ ഇടയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഭൗതിക പ്രമത്തത എന്ന് പറയുന്ന ഭൗതിക ആസക്തി, ലൗകികമായ സൗകര്യങ്ങളിലും സുഖങ്ങളിലുമൊക്കെയുള്ള ഒരു ആസക്തി മതത്തിൻ്റെ ആളുകളിൽ അടക്കം വളർന്നു വരുന്ന ഒരു പ്രവണത, ഒരു സ്വഭാവം നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. ഇത് ഒരു ബോധപൂർവം തിരുത്തൽ നടന്നില്ലെങ്കിൽ അന്തിമമായിട്ട് നമ്മൾക്ക് പരലോകത്തെത്തുമ്പോൾ കനത്ത നഷ്ടം വന്നു ചേരും. ജീവിതത്തിൽ വളരെ തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം ഇന്നതാണെന്ന് നിർണയിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കനത്ത നഷ്ടങ്ങൾ നമ്മൾക്ക് വന്നു ചേരും. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യാ യുഹന്നാസ്, ജനങ്ങളെ, വിശ്വാസികളെ എന്നല്ല,
മൊത്തം മനുഷ്യരോട് അള്ളാഹു സംബോധന ചെയ്യുന്നത് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരു പുലരുന്ന യാഥാർത്ഥ്യമാണ്. എന്താ അള്ളാഹുവിൻ്റെ വാഗ്ദാനം? വിശ്വാസികളായ ആളുകൾക്ക് പരലോകത്ത് രക്ഷയുണ്ട്, അവിശ്വാസികളായ ദുർമാർഗികളായ ആളുകൾക്ക് നരകശിക്ഷയുണ്ട്. ഈ കാര്യം തീർച്ചയായും ഉറപ്പായും പുലരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ. അതിനാൽ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പറ്റിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുന്ന യാഥാർത്ഥ്യമാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ മയങ്ങി, അതിൻ്റെ മോടിയിലും ഭംഗിയിലും ഒക്കെ മയങ്ങി, അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് നമ്മൾ വഞ്ചിതരായി പോവരുത്, അതിൽ കുടുങ്ങിപ്പോകരുത്, അതിന് രക്ഷപ്പെടണം. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. രണ്ടാമത്തെ താക്കീത്, കൊടിയ വഞ്ചകനായ പിശാച്, വഞ്ചകൻ എന്നാണ് ഉപയോഗിച്ചത്, കൊടിയ വഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ച് കളയാതെയും ഇരിക്കട്ടെ എന്ന് രണ്ട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു വരുന്നു. ഒന്ന്, ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്, ആകർഷണ വലയത്തിൽപ്പെട്ട് പാരത്രിക ജീവൻ നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്, പിശാച് ഒരുക്കുന്ന കെണികളിൽ പെട്ടുപോയി നമ്മുടെ പാരത്രിക ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടും ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തെ ഗൗരവമായി കാണണമെന്നർത്ഥം. കളി, തമാശകൾ, നിങ്ങൾക്ക് നമ്മുടെ ജീവിതമാണിത്, വിനോദങ്ങൾ, ഉല്ലാസങ്ങൾ, ഇങ്ങനെ എന്തും ചിരിക്കാനും കളിക്കാനും വിനോദിക്കാനുമുള്ള ഒരു ഏർപ്പാടായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മാറുകയാണ്. എന്തും എല്ലാവരും അങ്ങനെയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യങ്ങൾ കൂടി വരുന്നു. അത് ഹറാമായതും ഉണ്ടാകാം, അല്ലാത്തതും ഉണ്ടാവാം. പക്ഷെ ലൈൻ അതാണ്. ഒരു ചിരിയും കളിയും തമാശയും വിനോദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണം എന്നല്ലാതെ ഗൗരവമുള്ളൊരു ജീവിതം നയിച്ച് പരലോകത്ത് രക്ഷപ്പെടണമെന്ന ബോധം നമ്മൾക്കില്ല. കനത്ത നഷ്ടം സംഭവിക്കും നമ്മൾക്ക്. അതിന്റെ ഫലമായിട്ട് തിരുത്താൻ കഴിയില്ല നമ്മൾക്ക്. പിന്നീട് പരലോകത്ത് എത്തിയതിനു ശേഷം പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളൊരു ബൈക്ക്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരാള്, നമ്മളൊക്കെ ഓടിക്കുന്ന ആളുകളാണ്. ആ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരാള് അല്പനേരം ഒന്ന് അശ്രദ്ധമായാൽ, ഒന്ന് കണ്ണ് ഇമ വെട്ടി ചിമ്മിപ്പോയാൽ, ഒന്ന് ശ്രദ്ധ മറ്റു ഭാഗത്തേക്ക് എങ്ങാനും തിരിഞ്ഞു പോയാൽ അപകടത്തിൽ ചെന്ന് ചാടുന്നു. ആ അപകടം ദുനിയാവിലെ ഒരു കാര്യമാണ്, ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ചെറിയൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പരലോകം, അവിടുത്തെ ജീവിതം. നമ്മളുടെ ഇവിടുത്തെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു വാഹനാപകടം സംഭവിക്കൂ. പക്ഷെ ഈ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന എന്താ പറയുക നിങ്ങൾ, നമ്മുടെ കാലാകാലവുമുള്ള ജീവിതം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും എന്നേക്കുമായിട്ട്. ഈ ഒരു ബോധം നമ്മൾക്കില്ല എങ്കിൽ ഈ ദുനിയാവിന്റെ പളപളപ്പിലും സൗന്ദര്യത്തിലും ഇങ്ങനെ കെട്ടിമറിഞ്ഞു കൂടി എപ്പോഴും അതിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്ക്, കുറഞ്ഞ ദിവസങ്ങൾ കൂടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഓഫറുകളുടെ ഒരു കാലമാണ് ഇപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ പത്രങ്ങളും എടുത്തു നോക്കിയാലും ഒന്നും രണ്ടും പേജുകളൊക്കെ ഫുൾ പേജിൽ ഓഫറുകൾ, ഓണം ഓഫറുകൾ. ചാനലുകളിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഓഫറുകളാണ്. ഇനി ഒരു ക്രിസ്തുമസോ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ ഓഫറുകൾ, ഓരോ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് ഓഫറുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കും. നമ്മൾ നോക്കി നിങ്ങൾ, നമ്മളെ ആളുകൾ അവിടെയൊക്കെ അടിഞ്ഞുകൂടുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് സാധനം വാങ്ങണ്ട എന്നോ എന്നല്ല പറയും. ഒരു ദുനിയവിയായ ഒരു ഓഫർ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചെറിയ ലാഭമോ അല്ലെങ്കിൽ ചില പറ്റിക്കൽ തന്നെയാണ് ചിലതൊക്കെ. നമ്മൾക്ക് ഇപ്പോൾ അതിന്റെ വലിയ കേസുകളൊക്കെ നടക്കുന്നു. അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഓടിക്കൂടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ അതാണല്ലോ എല്ലാവരുടെയും അറിയാം, എല്ലാ നമ്പറും അവരുടെയൊക്കെ കയ്യിലുണ്ടാവും. അതൊക്കെ വരുത്തും. നമ്മൾ തന്നെ അറിയില്ല, പുരുഷന്മാർ തന്നെ അറിയാത്ത വിധം. എന്താ ഇവിടെ സംഭവിക്കുന്നു നോക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഈ ഓഫറുകളുടെ, ദുനിയാവിലെ ഓഫറുകളുടെ ഒക്കെ പിന്നാലെ പോയി
എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ വാരിക്കൂട്ടി ഇങ്ങനെ വെച്ച് വീട്ടിലെപ്പോഴും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെക്കുക. അത് ആവശ്യത്തിൽ മേലെ കുമിഞ്ഞു കൂടുക. അത്യാവശ്യത്തിനും ആവശ്യത്തിനുമൊന്നുമല്ല. അതൊക്കെ ഒരു രീതി, ജീവിത രീതി, സ്റ്റൈൽ അങ്ങനെയായി മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്. നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് എന്ന ബോധം നമ്മളെ നയിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ നമ്മൾക്ക് വൻ നഷ്ടം ഇവിടെ ഉണ്ടാക്കുമെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി കനത്ത നഷ്ടമാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. ഖുർആന്റെ വാക്ക് നോക്ക് നിങ്ങൾ. ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയാ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. നോക്കി എത്ര ശ്രദ്ധേയമായ വാക്ക് അല്ലാഹു പറയുന്നു. നോക്കുക, ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയാ, എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ദുനിയാവിലെ ജീവിതമാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയാ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നാൽ ആഖിറത്ത്, പരലോകം, രണ്ട് വിശേഷണമാണ്. ഒന്ന് ഖൈറായത്, അതാണ് നല്ലത്, അതാണ്. വഅബ്ഖാ, ഏറ്റവും കൂടുതൽ ശേഷിപ്പുള്ളതും അതാണ്. നല്ലതും അവശേഷിക്കുന്നതും അതാണ്. നല്ലതും അവശേഷിക്കുന്നതും പരലോകമാണ്. ദുനിയാവിന് ആ രണ്ട് ക്വാളിറ്റിയും ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ പോയിട്ട് കടയിൽ ചെന്ന് നോക്കൂ നിങ്ങൾ. നമ്മളെന്താ പറയാ, ആ കടക്കാരൻ നമ്മൾക്ക് സാധനങ്ങൾ പരിചയപ്പെടുത്തും. നമ്മളാണ് കടക്കാരെങ്കിൽ നമ്മളും പരിചയപ്പെടുത്തും. എന്താ പരിചയപ്പെടുത്തുന്നത്? ബെസ്റ്റ് ആണ് സാധനം, ലാസ്റ്റ് ചെയ്യുന്നതാണ്. ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അതാണ് നമ്മൾ സാധാരണ പറയുന്ന വാക്ക്. ആ രണ്ട് ക്വാളിറ്റിയും ദുനിയാവിനില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ആ രണ്ട് ക്വാളിറ്റിയും ഉള്ളത് ഖൈറുൻ വഅബ്ഖാ എന്ന് പറയുന്നത് പരലോകത്തിനാണുള്ളത് എന്നാണ്, ദുനിയാവിനില്ല എന്നാണ്. നിലനിൽക്കുന്നതും നല്ലതും അവശേഷിക്കുന്നതും നിലനിൽക്കുന്നതും പരലോകമാണ്. അതേ നിലനിൽക്കൂ എന്നാണ്. അപ്പൊ അതാണ് ദുനിയാവിലെ വഞ്ചനയിൽപ്പെടാതെ പരലോകത്തിന് വേണ്ടി കരുതി ജീവിക്കണമെന്ന ബോധം നമ്മളിൽ വളർത്താൻ പ്രേരിപ്പിക്കേണ്ട ആ ഒരു ബോധമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നമുക്ക് നല്ല നല്ല വാക്കുകളാണ് അല്ലാഹു പറയുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, നിങ്ങളുടെ സമ്പത്ത്, സന്താനങ്ങളൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. അതൊക്കെ ഇവിടുത്തെ ചില അലങ്കാരങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് ശാശ്വതമായി ലഭിക്കുന്ന എന്താണ്? വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന, ബാക്കി നിൽക്കുന്ന സുകൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, സ്വാലിഹായ കർമ്മങ്ങൾ. വൽ ബാഖിയാത്തുസ് ഖൈറുൻ, അതാണ് നല്ലത്. നമുക്ക് നേരത്തെ പറഞ്ഞ അതേ വാക്കാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ലതാണ്. വഅമല, ഒരു പ്രതീക്ഷക്ക് വകയുള്ളത് അയ്മലാണ്. ഒരു പ്രതീക്ഷക്ക് വകയുള്ളത് പരലോകമാണ്. ആ പരലോകത്തിലാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മളെ ആളുകള് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര കേട്ടാലും നമ്മളുടെ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ധാരണ കാര്യങ്ങളിൽ എപ്പോഴും പെട്ടെന്ന് കയറി വരുന്ന ധാരണ, ഇത് കയ്യിലുള്ള സാധനമാണ് ദുനിയാവ്. നമ്മളെ കയ്യിലുള്ള സാധനമാണ്, റെഡിയാണ് മുന്നിൽ. അത് കൈ വിട്ടിട്ട് നമ്മൾ പറക്കുന്നതിനെ പിടിക്കണ്ട. അത് പരലോകത്ത് എന്നിട്ടല്ലേ. ഇത് ദുനിയാവിൽ നമ്മുടെ കൈപ്പിടിയിലുണ്ട് ഇപ്പോൾ. അതിങ്ങനെ ഒഴിവാക്കിയിട്ട് ഉണ്ട് എന്ന് പറയുന്ന പരലോകത്ത് വരാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഈ ദുനിയാവ് നമ്മൾ നഷ്ടപ്പെടുത്തണോ എന്ന് പറയാതെ നമ്മളുടെ മനസ്സ് പറയുകയാണ്, ഇതിപ്പോൾ കിട്ടിയാൽ അത് ഒഴിവാക്കാൻ പറ്റൂല. സത്യത്തിൽ നമ്മൾ കനത്ത വഞ്ചനയിലാണ് പെടുന്നത്. നമുക്ക് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളും മോടിയും പളവളപ്പും ഒക്കെ ഇങ്ങനെ നിർത്തി നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അലങ്കരിച്ച് ഒരു പുതുപെണ്ണിനെ പോലെ അലങ്കരിച്ച് നിൽക്കുകയാണ് ദുനിയാവ്. അതിങ്ങനെ സൗന്ദര്യത്തോടു കൂടി നിൽക്കുമ്പോൾ അതിന്റെ പിടുത്തുന്ന രക്ഷപ്പെടാൻ നമ്മൾ കഴിയുന്നില്ല. നമ്മളെ കുടുക്കി കളയാണത്. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇതിങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി പരലോകത്ത് വരുമ്പോൾ, അത് അവിടെ വരുമ്പോഴല്ലേ എന്ന് നമ്മൾ പറയില്ല. നമ്മൾ വിശ്വാസികളാണ്. പക്ഷെ ആ പറയാതെ നമ്മളുടെ അടുക്കലേക്ക് ആ ചിന്ത വന്നു പോവുകയാണ്. ഒരു നഷ്ടം ഇവിടുത്തെ നഷ്ടപ്പെടുത്ത കയ്യിൽ കിട്ടിയത് ഒഴിവാക്കാനാവില്ല എന്നാണ്. നമുക്കൊരു ഡോക്ടർ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾക്ക് രോഗം മാറണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഡോക്ടർ നമ്മളെയൊക്കെ പരിശോധിച്ചിട്ട് പറയും, എന്താ പറയുന്നത്?
ഷുഗർ ഒഴിവാക്കണം. നമ്മൾ ഇപ്പോൾ ഉള്ള കേസുകളാണ് അതൊക്കെ. ഷുഗർ ഒഴിവാക്കണം. നമുക്ക് അതിട്ട് ഇല്ലാതെ ചായ കഴിയില്ല, ഭക്ഷണം കഴിയില്ല. പക്ഷെ അത് ഒഴിവാക്കണം. നിങ്ങൾ കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഇന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം. കൊഴുപ്പുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. പോരാ, നല്ല വ്യായാമം ആവശ്യമുണ്ട്. രാവിലെ ഇത്ര മണിക്കൂറെങ്കിലും ഇന്ന രൂപത്തിൽ, വെറുതെ നടന്നാൽ പോരാ, ഇന്ന രൂപത്തിലൊക്കെ കൃത്യമായിട്ട് നടന്ന് ശരിയാക്കി എടുക്കണം. നോക്കി എന്തൊരു മടുപ്പാ നമ്മൾക്ക്. മധുരം ഒഴിവാക്കണം എന്നാ പറയുന്നത്. നമുക്ക് ഒരു താല്പര്യമില്ല, നമുക്കൊക്കെ ആവശ്യമാണത്. അതാണ് നമ്മൾക്ക് ഇഷ്ടം. പക്ഷെ ഒഴിവാക്കണം. നല്ല കൊഴുപ്പുള്ള നല്ല ഭക്ഷണങ്ങൾ നമ്മൾക്കറിയാം. അതൊക്കെ നല്ല മാംസാഹാരങ്ങളൊക്കെ ഇന്ന രൂപത്തിലുള്ളത് പറ്റില്ല നമ്മൾ പറയാറുണ്ട്. നമ്മളത് ഒഴിവാക്കേണ്ടി വരികയാണ്. എന്തിനാ അറിയാം നിങ്ങൾ? കയ്യിലുള്ള കിട്ടിയ മധുരവും നല്ല ഭക്ഷണവും രുചികരമായ സൗകര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം. എന്തിനാ അറിയങ്ങൾ? ഇവിടെ ആയുസ് നീട്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ജീവിതത്തിൽ ഒരു ഉറപ്പില്ല നമ്മുടെ ആയുസിന്. അതിന്റെ എക്സ്പയറി ഡേറ്റ് ആരും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അത്ര ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ ജീവിതം. പക്ഷെ അതിന് ഡോക്ടർ പറഞ്ഞാൽ കയ്യിൽ കിട്ടിയതൊക്കെ തൽക്കാലം മധുരം ഒഴിവാക്കും, കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കും, കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് എങ്ങനെയൊക്കെ നടന്നുണ്ടാക്കും. പള്ളിയിലേക്ക് പോന്നിട്ടില്ലെങ്കിലും നടക്കാൻ നമ്മൾ പോകും. കണ്ടില്ലേ നിങ്ങൾ? ആ നടത്തം പള്ളിയിലേക്ക് കടന്നാൽ സുബഹിക്ക് നിസ്കരിക്കുക, പക്ഷെ നടക്കൂല. അത് ഡോക്ടർ അല്ല പറഞ്ഞത്, പടച്ചോൻ പറഞ്ഞാണ്. പള്ളിയിലേക്ക് നടന്നാൽ സുബഹിക്ക് നടത്തം പള്ളിയും കൂടി നടന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിയ്യത്തിനും കിട്ടും, കൂലിയും കിട്ടും, നമസ്കാരവും നടക്കും. അത് ഡോക്ടർ അല്ല പറഞ്ഞത്, അത് പടച്ചോൻ പറഞ്ഞ. നമുക്ക് വേണ്ടത്ര തലീക്ക് പരലോകത്തിന് കിട്ടും എന്നാ പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞത് എന്താ? കയ്യിൽ കിട്ടുന്ന സാധനമാണ്, ഇപ്പൊ റെഡിയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, സുഖമാണ് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് മാത്രം പരിഗണിച്ച്, ഒരു ഉറപ്പുമില്ലാത്തതാണത്. അത് പരിഗണിച്ച് നമ്മൾ ഇതൊക്കെ നിയന്ത്രിക്കും, നമ്മൾ കരുതിക്കും. പക്ഷെ പരലോകത്തിന്റെ കാര്യം ഒരു സംശയമില്ലാത്ത ആ ജീവിതത്തെ പറ്റി അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ആ പറഞ്ഞു തന്നിട്ട് നമ്മൾ അതിനു വേണ്ടി ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തില്ല, ഇതെങ്ങനെയെങ്കിലും ആസ്വദിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഒരു വാക്ക്. അള്ളാഹു ഇതിനെ പറ്റി പറയുന്ന നോക്ക് നിങ്ങൾ. മാ ഇൻദക്കും യൻഫദു, നിങ്ങളുടെ കൈവശമുള്ളതൊക്കെ നശിച്ചു പോകുന്നതാണ്. നമുക്ക് അള്ളാഹുവാണ് പറയുന്നത്, മാ ഇൻദക്കും യൻഫദു, നിങ്ങളുടെ കൈവശം കിട്ടിയത് മുഴുവൻ നശിച്ചു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹുവിന്റെ അടുക്കൽ എന്താണോ ഉള്ളത് അതാണ് ബാക്കിൻ, ബാക്കിയാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ളതൊക്കെ നശിക്കും, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ബാക്കിയാവും. അള്ളാഹുവിന്റെ വാക്ക് കേട്ട് ക്ഷമയോടുകൂടി ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ആളുകൾക്ക്, ക്ഷമയോടുകൂടി ആ കാര്യങ്ങൾ നിർവഹിച്ച ആളുകൾക്ക് നജ്സിയന്നഹും അജ്റഹും, അവരുടെ കൂലി നാം നൽകുമെന്ന് അള്ളാഹു പറയുന്നു. മാ കാനു യഅമലൂൻ, അവർ ചെയ്തതിനനുസരിച്ച് അവർക്ക് കിട്ടും, അതിന് ചെയ്തതിനനുസരിച്ച് പരലോകത്ത് കിട്ടും. പക്ഷെ ആ ക്ഷമയോടുകൂടി ദുനിയാവിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാണ്. ഒരു ഡോക്ടർ പറയുമ്പോൾ ഉള്ള വിശ്വാസം പോലും നമ്മൾക്ക് അള്ളാഹു പറയുന്നതിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെ പരലോകത്തിൽ രക്ഷപ്പെടാൻ കഴിയാം? ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. കയ്യിലുള്ളത് ഒഴിവാക്കാനാകില്ല എന്നാണ്. നമ്മളൊരു കച്ചവടം തുടങ്ങണമെങ്കിൽ മൂലധനം ഇറക്കണം, കയ്യിലുള്ള കാശ് ഇറക്കണം. നമ്മൾ എന്തിനാ നമ്മളത് ഇറക്കുന്നത്? ഭാവിയിൽ ലാഭം ഉണ്ടാകും, വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. ഒരു ഉറപ്പുമില്ല, പക്ഷെ നമ്മൾ ആ പ്രതീക്ഷയിൽ ചെയ്യുന്നു. ദുനിയാവിന്റെ കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ളത് ഇറക്കും, നമ്മൾ മൂലധനം ഇറക്കും, പൈസ ഇറക്കും, അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കണ്ടെത്തി ഇറക്കും. കാരണം അത് ദുനിയാവുന്ന അതിന്റെ ഫലം, റിസൾട്ട് ഇവിടുന്ന് തന്നെയാണ്. നമ്മൾ തയ്യാറാ. പക്ഷെ ഒരു സംശയവുമില്ലാത്ത ഉറപ്പുള്ള റിസൾട്ടാണ് പരലോകത്തേക്ക്. തിജാറത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അതിനെ പറ്റിയാണ്. പരലോകത്തേക്കുള്ള കച്ചവടം. ആ കച്ചവടത്തിൽ നിങ്ങൾ മുതലിറക്കിയാൽ
ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല. പരലോകത്ത് കൂലി ഉറപ്പാണ്. അത് ഉറപ്പുള്ളതാണ്. ആ ഉറപ്പുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ദുനിയാവിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുങ്ങാൻ തയ്യാറില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ലൗകിക ജീവിതവും നഷ്ടമാകും, പാരത്രിക ജീവിതവും നഷ്ടമാകും. ഓർമ്മിപ്പിക്കുന്ന ഇത് മാത്രമാണ്. വളരെ ഗൗരവമായി ജീവിതത്തെ കാണുക, വളരെ ഗൗരവമായി ജീവിതത്തെ കാണുക. ഒരു ദുനിയാവിലെ ഓഫറിന്റെയും സൗകര്യത്തിന്റെയും പിന്നാലെ ഓടുകയല്ല. പരലോകത്തേക്കുള്ള ഓഫറുകൾ നമ്മളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഓഫർ ഉറപ്പുള്ളതാണ്, ഒരു പറ്റിക്കലും അതിലില്ല. അതിൻ്റെ പിന്നാലെ പോകാൻ ദുനിയാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നഷ്ടങ്ങൾ സഹിച്ചാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതാണ് ജീവിതത്തെ ഗൗരവമായി കാണുക എന്നതിനർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെന്ന് ചെല്ലുന്നൊരു അബദ്ധമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. വിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെ വെറുതെയുള്ള വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തും നമ്മൾക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് വ്യാമോഹങ്ങളുടെ പിന്നാലെ പോവുക. എന്താ വ്യാമോഹം? നമ്മളൊക്കെ അത്യാവശ്യം ദീനിയായ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്, ശരിയാണത്. നമസ്കരിക്കുന്നുണ്ട്, നിർബന്ധമായ കാര്യങ്ങളൊന്നും വല്ലാതെ വീഴ്ച വരുത്താതെ ചെയ്യുന്നുണ്ട്, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതേമാതിരി വേണ്ടാത്തതൊക്കെ കുറെ ചെയ്യും. അങ്ങനെയൊക്കെ ദുനിയാവ് പോവുകയുള്ളൂ. നമ്മളെന്നെ അങ്ങനെയൊക്കെ തന്നെ അതൊക്കെ പോവുള്ളൂ. അല്ലാതെ ഇപ്പം ഇങ്ങനെ എപ്പോഴും എല്ലാം ശ്രദ്ധിച്ചോ നടക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ നമ്മൾ ചെയ്യണില്ലേ, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ രണ്ടുമായാൽ നമ്മളെ മനസ്സ് നമ്മൾ തീരുമാനം വെക്കുന്ന എന്താ അറിയോ? അങ്ങനെയൊക്കെ അത് പോവുള്ളൂ. അങ്ങനെ ആയാൽ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. ഖുർആൻ പറഞ്ഞ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നു എന്നാണ്. വ്യാമോഹമാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക് വ്യാമോഹം. വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നു എന്നാണ്. എന്താ നമ്മളുടെയൊക്കെ മനസ്സ് പറഞ്ഞതൊരു കാര്യം നിറയങ്ങൾ ഒരു കുറെ തെറ്റുകൾ ചെയ്യും, കുറെ ശരിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒറ്റ മോശമൊന്നും അല്ല. ഒരു 51% ആയി കിട്ടിയാൽ സ്വർഗത്തിലേക്ക് പോകും. ഒരു 49 ആവുമ്പോഴല്ലേ നരകത്തിലേക്ക് പോവുള്ളൂ. 51 ആയാൽ സ്വർഗത്തേക്ക് പോകുന്ന ഇത് നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. നമ്മളെങ്ങനെയോ അബദ്ധത്തിൽ പോയി ചാടിയതാണ് ആ ധാരണ. അങ്ങനെയല്ല ഇതിൻ്റെ കണക്കൊന്നും. ഇതിങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെ തൂക്കി ഒരു മുൻതൂക്കം, ഒരു ജസ്റ്റ് ഒരു മിനുക്കം അങ്ങനെ മുൻതൂക്കം കിട്ടിയാൽ എന്നാവും സ്വർഗത്തിലേക്ക്. അത് നേരെ ഇങ്ങനെ ഭാഗത്തേക്കാണ് ഈ നരകത്തിലേക്ക്. അങ്ങനെ ഒരു നിയമം ഖുർആനിലും ഹദീസിലും ഇല്ല. ഇതൊക്കെ നമ്മുടെ ഇടയിൽ എങ്ങനെയോ മനസ്സിൽ കയറി കൂടി അത് വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കുറേയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആയാലും ഒരു മുൻതൂക്കം, ഒരു മിനുക്കമെങ്കിലും എനിക്ക് കിട്ടാതിരിക്കൂല എന്നൊരു ധാരണ. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. എന്താ പറയുക നിങ്ങൾ? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുത്തൂക്കം നന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവന് നന്മയായിട്ട് കിട്ടും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു. ഒരു അണുത്തൂക്കം തിന്മയാണ് ചെയ്തതെങ്കിൽ അതും അവന് കിട്ടും. രണ്ടിനും കൂലിയും കിട്ടും, കുറ്റവും കിട്ടും. അല്ലാതെ ഒരു മുൻതൂക്കം നോക്കി സ്വർഗത്തേക്ക് പോയി ബാക്കി 49% ഒഴിവാക്കുമെന്നല്ല. അങ്ങനെയല്ല ഇതിന്റെ നിയമം. അള്ളാഹു അങ്ങനെയല്ല നടപ്പാക്കുന്നത്. ചെയ്ത തെറ്റുകൾക്ക് പുറത്തു കിട്ടാം, തൗബ ചെയ്തിട്ട് മാപ്പ് കിട്ടാം. അള്ളാഹു വിട്ടുവീഴ്ചയും ചെയ്യാം, ഇഷ്ടം പോലെ വിട്ടുവീഴ്ച ചെയ്യും. അള്ളാഹു ഒക്കെ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കി പിന്നെയും നിൽക്കുക, അതിന് ശിക്ഷ കിട്ടും.
അങ്ങനെയാണ് ഖുർആൻ ഹദീസും. ആ ശിക്ഷ കിട്ടും. ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അതും തൗഹീദുള്ള ആളുകൾക്ക് പോകാൻ കഴിയുമെന്ന് ഖുർആൻ ഹദീസും പഠിപ്പിക്കുന്നു. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതുമില്ല. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം. ആ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നരകത്തിലേക്ക് വരുന്ന പ്രശ്നമൊന്നുമില്ല. ഒരു കണക്കും നോക്കാതെ ഒരു മിനുസം മുന്നോട്ട് കിട്ടിയാൽ നമ്മൾക്ക് സ്വർഗത്തേക്ക് പോകാൻ, ബാക്കിയൊക്കെ ഒഴിവാകും എന്നല്ല ഖുർആനും ഹദീസും പറയുന്നത്. നമ്മളെ ഒരു അബദ്ധ ധാരണ നമ്മളുടെ ഈ വന്നുകൂടിയതിന്റെ ഫലമായിട്ട് നമ്മളിങ്ങനെ തണുത്ത് നിൽക്കണം. എങ്ങനെയായാലും ഞാനൊക്കെ രക്ഷപ്പെടാതിരിക്കില്ല, കാരണം പ്രതീക്ഷ നമ്മൾക്ക് ആവശ്യമാണ്. ഇത് വ്യാമോഹമാണ്, പ്രതീക്ഷയല്ല, വ്യാമോഹമാണ്. വ്യാമോഹം ഇതാണ്, എങ്ങനെ ആയാലും നമ്മളൊന്നും അതിനകത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലും അതെ ചെയ്തതിനൊക്കെ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുറത്ത് കിട്ടിയില്ലെങ്കിൽ, അള്ള മാപ്പ് ചെയ്തില്ലെങ്കിൽ, വിട്ടുവീഴ്ച തന്നില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതിന് ശേഷമേ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും സൂചിപ്പിക്കുന്നത്. അങ്ങനെ പോകാത്തത് കിട്ടിയതാണ്, വലിയ കാര്യമാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ജീവിതത്തെ കാണേണ്ടത്. ജീവിതത്തെ കാണേണ്ടത് വളരെ ഗൗരവമായി കാണുകയും പരലോകത്തിനു വേണ്ടി ഈ ലോകത്തെ ജീവിതം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ വ്യാമോഹങ്ങളുടെ പിന്നാലെ കൂടി നമ്മുടെ ജീവിതം തുലക്കരുത്. എത്രയായാലും നമ്മളെ പിടിച്ചു വലിക്കും. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ. കൊടിയ വഞ്ചകനായ പിശാച്, അൽ ഗറൂർ, കൊടിയ വഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇങ്ങനെ ശബളിമയോടുകൂടി വശ്യമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി ലൗകിക സൗകര്യങ്ങൾ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതിന്റെ ഒക്കെ ബന്ധിയായി, അടിമയായി കുടുങ്ങി നമ്മൾക്ക് പാരത്രിക ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരകലം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. പരലോകമാണ് നമ്മുടെ മുഖ്യ വിഷയം. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ദുനിയാവിൽ തന്നെ കനത്ത നഷ്ടങ്ങൾ നമുക്ക് വന്നു ചേരുമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അശ്രദ്ധ കൊണ്ട് ജീവിതം എന്നേക്കുമായിട്ട് നമ്മൾക്കാണ് നഷ്ടമായി പോകും. ആ നഷ്ടം വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും വിധികളും ഒക്കെ പാലിച്ചുകൊണ്ട് ലൗകിക ജീവിതത്തെ ഒരകലം പാലിച്ച് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ പരലോകം മുന്നിൽ കണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് കാരുണ്യവാനായ അള്ളാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ശ്രദ്ധ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ തന്നെ വന്നു ചേരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവേ, ആ ജീവിത രംഗത്തൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്ത് കുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തെരുമാറാവണേ. നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ പല ആളുകളുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് നമ്മുടെ മഹലിലൊക്കെ മരിച്ച ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ നാഥ.